പഴയ തുണികൾ കൊണ്ട് മറച്ച് മേൽക്കൂര പോലുമില്ലാത്ത ശൗചാലയം. ടിൻഷീറ്റും പടുതയും കൊണ്ടുള്ള മേൽക്കൂരയുള്ള ഒറ്റമുറി വീട്. ഈ സൗകര്യങ്ങളിൽ ജീവിച്ചു വരുന്ന ഒരു കുടുംബത്തിന്റെ ദുരിതാവസ്ഥ അധികൃതരൊന്ന് കാണണം. അഞ്ചൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ആലംകുന്ന് ബിനുവും 2 പെൺമക്കളും കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇതാ എൻ്റെ അവസ്ഥ. ഞാൻ 18 വർഷം കൊണ്ട് വീടിനും കക്കൂസിനും എല്ലാം കൊടുക്കുന്നു, ആരും തന്നിട്ടില്ല. രാജു MLA സാറിൻ്റെ വീട്ടിൽ പോയി, സുഭാഷ് സാറിൻ്റെ വീട്ടിൽ പോയി, പഞ്ചായത്തിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, ആരും തന്നില്ല എനിക്ക്. ഞാൻ വല്ല വീട്ടിലും പോയി കഷ്ടപ്പെട്ട് കിട്ടുന്നത് കൊണ്ടാണ് കഴിയുന്നത്. എൻ്റെ ഭർത്താവ് 1 രൂപ പോലും എനിക്ക് തരത്തില്ല. ഞാൻ ഈ 2 കൊച്ചുങ്ങളെയും കെട്ടിച്ച് ഇപ്പം ഗർഭിണിയെ വിളിച്ചുകൊണ്ട് വന്ന് എവിടെ താമസിപ്പിക്കും? മരുമൻ വന്നാൽ പോലും ഒന്ന് നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. മഴയായാൽ പാമ്പും ചേരയും കാരണം ജീവിക്കാൻ ഒക്കത്തില്ല. ആരും തരത്തില്ല. തൊഴിലുറപ്പിനും പോയി ഒക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ടാൽ കഴിയുന്നത്. ആരും 10 പൈസ തരത്തില്ല. ആരെങ്കിലും എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഒരു വീട് പാവപ്പെട്ടതാന്ന് പറഞ്ഞ് എനിക്ക് ആരും വെച്ച് തരുന്നില്ലല്ലോ. ആരും വല്ല വീടുകളിലും പോയി പശുവിനെയും കറന്ന് ജീവിക്കുക, കൊടുക്കുക. നമ്മുടെ വീട്ടിൽ 10 പൈസ തരത്തില്ല. ഇത്രയും വർഷമായി ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുക. വാസയോഗ്യമായ ഒരു വീടിനായി ഈ കുടുംബം കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. പുനലൂരിൽ നടന്ന നവകേരള സദസ്സിലും വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ലത്രേ. 20 വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ബിനു വീട്ടുജോലിയും തൊഴിലുറപ്പിനും പോയാണ് 2 പെൺമക്കളെയും വളർത്തിയത്. സ്വന്തമായി 7 സെന്റ് വസ്തുവുള്ള ബിനുവിന് 25 വർഷങ്ങൾക്ക് മുമ്പ് സമീപത്തെ മഠത്തിലെ കന്യാസ്ത്രീകൾ ഒരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. എന്നാൽ 15 വർഷങ്ങൾക്ക് മുൻപ് ഇടിമിന്നലേറ്റ ഈ വീട് തകരുകയും വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ സിമന്റ് കട്ടകൾ കൊണ്ട് ഒരു മുറി നിർമ്മിക്കുകയും ടിൻഷീറ്റ് പാകി മേൽക്കൂര നിർമ്മിക്കുകയും താമസമാക്കുകയും ചെയ്തു. ടിൻഷീറ്റ് കാലപ്പഴക്കം കൊണ്ട് നശിച്ച് പൂർണ്ണമായും മഴവെള്ളം മുറികൾക്കുള്ളിലേക്കാണ് പതിക്കുന്നത്. ടിൻഷീറ്റിന് മുകളിൽ പടുത വിരിച്ചെങ്കിലും ഇപ്പോഴും മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും പുറത്തു പോകില്ല. അർഹതയില്ലാത്തവർക്ക് വീടുകൾ നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിൽ ദുരിതജീവിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. പഴയ തുണികൾ ഉപയോഗിച്ച് ചുറ്റും മറച്ച മേൽക്കൂര പോലുമില്ലാത്ത ശൗചാലയവും ഈ കുടുംബത്തിന് ദുരിതം നൽകുന്നു. എല്ലാം കൊടുക്കുന്നു. ഇപ്പൊ 50 വീടുണ്ട് പഞ്ചായത്തിൽ, അതിലും ഇല്ല എൻ്റെ പേര്. വലിയ ദുരിതമാണ് ഇവിടെ. നമുക്ക് കാണാം, ഇതാണ് അവരുടെ അവസ്ഥ. 2 പെൺകുട്ടികളെ വളർത്തി അവരെ കെട്ടിച്ച് വിട്ട ഒരു വീട്ടമ്മയുടെ ഒരവസ്ഥ, അതായത് സ്വന്തമായ ഒരു കിടക്കിടമില്ലാത്ത ഒരവസ്ഥ. ഇത്തരത്തിലൊരു ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വീട് നൽകാതെ ഇതിൽ നിന്നും നല്ല സാഹചര്യത്തിലും സംവിധാനത്തിലൊക്കെ കഴിയുന്നവർക്ക് പഞ്ചായത്തിലും സർക്കാരിൻ്റെയൊക്കെ ആനുകൂല്യത്തിൽ വീടുകൾ വാരിക്കോരി കൊടുക്കുമ്പോൾ പ്രിയ നവകേരളം സൃഷ്ടിക്കാൻ നടക്കുന്ന നേതാക്കൾ ഇത്തരക്കാരുടെയും കൂടെ കണ്ണീരൊപ്പാൻ തയ്യാറാവണം. മാറി മാറി ഭരണത്തിൽ വരുന്ന ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഭരണസമിതികൾ മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഈ കുടുംബത്തോട് കാണിക്കുന്നത്. സുരക്ഷിതമായൊരു ഭവനവും ശൗചാലയവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടമുളയ്ക്കലിലെ ഈ നിർധന കുടുംബം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.